പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെയാണ് ഈ പോർഷൻ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. അർഷാദ് ഗോസ് ടു എ സ്റ്റേഷനറി ഷോപ്പ് ആൻഡ് പർച്ചേസസ് 5 pens. ഇഫ് 1 pen കോസ്റ്റ് ₹9.5, അതായത് 9 rupees and 50 paisa, ഹൗ മച്ച് ഷുഡ് ഹി പേ ദ ഷോപ്പ് കീപ്പർ? അപ്പോൾ അർഷാദ് സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് 5 പെൻസ് വാങ്ങി. അതിൽ ഓരോ പെന്നിനും 9.5 വെച്ചാണ്, അതായത് 9 rupees 50 paisa. അപ്പോൾ അവൻ എത്ര രൂപ പേ ചെയ്യണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പെന്നിന് 9.5 ആണ് എങ്കിൽ 5 പെൻസിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 9.5 ഇൻറ്റു 5 ചെയ്താൽ മതി അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? 9.5നെ 5 times ആഡ് ചെയ്യുന്നതാണ്. അതാണിത് ഇവിടെ എഴുതിയിട്ടുള്ളത്. 9.5നെ 5 times ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ് 9.5 ഇൻറ്റു 5. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 47.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്തും ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 9.5നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 9.5 എന്ന് വെച്ചാൽ എന്താ? 95/10 ആണ് 9.5 അല്ലേ? നമ്മൾ ഇവിടുത്തെ ഒരു 0 ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇത് 9.5 ആകുന്നത്. അപ്പോൾ 9.5നെ നമുക്ക് തിരിച്ചു എന്തെന്ന് എഴുതാം? 95/10 എന്ന് എഴുതാം. 5നെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതാം? 5/1 എന്ന് എഴുതാം. അപ്പോൾ കോസ്റ്റ് ഓഫ് 5 pen നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5 ഇൻറ്റു 9.5 എന്നുള്ളത് നമ്മൾ 5/1 ഇൻറ്റു 95/10, അതായത് ഡെസിമലിനെ നമ്മൾ എങ്ങനെയാക്കി? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണ്? നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 95 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് 475/10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 0 ഉള്ളത് കൊണ്ട് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1 place മൂവായി 47.5 എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് 5 pen എന്ന് പറയുന്നത് എന്താണ്? ₹47.5. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ കാർ ട്രാവൽസ് 12.5 kilometers per liter of petrol. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് വിത്ത് 7.5 liters of petrol? അപ്പോൾ 1 ലിറ്റർ ഓഫ് പെട്രോളും കൊണ്ട് 12.5 kilometer ഒരു കാറിന് ട്രാവൽ ചെയ്യുന്നു. പക്ഷേ 7.5 liters ഓഫ് പെട്രോളും കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 12.5ഉം 7.5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. 12.5 എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ 12.5 ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നിങ്ങൾ ഡെസിമൽ പോയിൻ്റ് മാറ്റി ഈ നമ്പറിനെ എഴുതിയിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 0, 1 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഫ്രാക്ഷനിലാക്കാം കേട്ടോ. അപ്പോൾ 12.5നെ എങ്ങനെ എഴുതാം? 125/10 എന്ന് എഴുതാം. 7.5നെ അപ്പോൾ എങ്ങനെ എഴുതാം? 75/ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ 10. 75/10. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 125 ഇൻറ്റു 75 ഈസ് 9375. 10 ഇൻറ്റു 10 100. ഇനി ഇവിടെ 2 zeros ആണ്. അപ്പോൾ നമ്മുടെ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റിലേക്ക് 2 places മാറുന്നു. അപ്പോൾ 93.75 kilometer എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അജയ് സ്കൂൾ ആൻഡ് ഹിസ് ഹോം ഈസ് 27 meter. He walks to school in the morning and then walks back home in the evening 6 days a week. How much does he walk in a week? Answer in kilometer. അപ്പോൾ അജയുടെ സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അവൻ്റെ സ്കൂളും ഹോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് 827 meter ആണ്. അതായത് ഇത് സ്കൂൾ, ഇത് home.
ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 827 മീറ്റർ. അപ്പോൾ അവന് രാവിലെ സ്കൂളിലേക്ക് നടക്കും, തിരിച്ച് വീട്ടിലേക്കും നടക്കും. ആഴ്ചയിൽ 6 ദിവസം അവൻ നടക്കും. അപ്പോൾ അവൻ എത്ര ദൂരം ഒരാഴ്ചയിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കിലോമീറ്ററിൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? മീറ്ററിലാണ്. അപ്പോൾ നമ്മളിതിനെ മീറ്ററിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മീറ്റർ എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ് ആണ്, കിലോമീറ്റർ എന്ന് പറയുന്നത് ബിഗ് യൂണിറ്റ് ആണ്. അപ്പോൾ സ്മോളിനെ ബിഗ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ എത്ര മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കണേ എത്ര കൊണ്ട് ഡിവിഷൻ ചെയ്യണം? 1000 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. ഈച്ച് വേ ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹോം അജയ് വർക്ക്സ് 827 മീറ്റേഴ്സ്. 827 മീറ്റർ എന്ന് പറയുന്നത് 827/1000 കിലോമീറ്റർ ആണ്. അപ്പോൾ എന്ത് വരും? 3 zeros ആയതുകൊണ്ട് 3 പ്ലേസസ് മൂവ് ആകും. 0.827 കിലോമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 0.827 കിലോമീറ്റർ എന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവന് ഒരു ദിവസം നടക്കുന്നത് എത്ര ദൂരമായിരിക്കും? അവന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കും, സ്കൂളിൽ നിന്ന് തിരിച്ച് ഹോമിലേക്ക് നടക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 827, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടും 827. അപ്പോൾ എന്ത് ചെയ്യണം? 827നെ 2 കൊണ്ട് ചെയ്യണം. നമ്മൾ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത് കൊണ്ട് 0.827 ആണ്. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ദിവസം അവൻ നടക്കുന്നത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 827 എന്ന് പറയുന്നത് 0.827 എന്ന് പറയുന്നത് എന്താണ്? 827/1000 ആണ്. അതേ ഇൻറ്റു 2. അപ്പോൾ ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹോൾ നമ്പറും ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 827 × 2 / 1000. അപ്പോൾ നമുക്ക് 1654/1000 എന്ന് കിട്ടും. ഇവിടെ 3 0 ആയതുകൊണ്ട് ഡെസിമൽ പോയിൻ്റ് ഇങ്ങോട്ട് മൂവ് ആകും. അപ്പോൾ 1.654 എന്ന് കിട്ടി. അപ്പോൾ ഒരു ദിവസം അവൻ നടക്കുന്നത് 1.654 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കിൽ അവൻ എത്ര ദൂരം നടക്കും? ഒരു വീക്കിൽ അവൻ 6 ഡേയ്സ് ആണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അവൻ ഒരു വീക്കിൽ നടക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ 1.654 × 6 ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് എന്താവും? 1654/1000 എന്നാവും ഇൻറ്റു 6. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 0 നിങ്ങൾ 1 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ ന്യൂമറേറ്ററും ഈ ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു /1000. അപ്പോൾ നമുക്കിതാ 9924/1000 എന്ന് കിട്ടും. ഇവിടെ 3 zeros ആയതുകൊണ്ട് ഡെസിമൽ പോയിൻ്റ് ഇവിടെ വരും അല്ലേ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ്സ് മാറും. അപ്പം 9.924 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവൻ ഒരാഴ്ച 9.924 കിലോമീറ്റേഴ്സാണ് ഒരു സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും ആയിട്ട് അവൻ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ ഇത് എക്സ്ട്രാ ചെയ്ത് കാണിക്കുന്നില്ല. ഓൾറെഡി ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മുടെ എക്സാമ്പിൾ 4 നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഗിവൺ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് 13.3 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 5.7 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 5.7ഉം 13.3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും ഡെസിമൽസ് ആണ്, അതിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 57/10 × 133/10 എന്ന് കിട്ടും. എങ്ങനെയാണെന്ന് ഞാൻ മുകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതിനെ എങ്ങനെയാണ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ 5.7 എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് കളഞ്ഞിട്ട് നമ്പറിനെ എഴുതുന്നു. 1 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് 57/10. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ
മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 സീറോ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലേസ് മൂവ് ആകും. അപ്പോൾ 75.81 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് വരിക കേട്ടോ. യൂണിറ്റ് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ ഒബ്സർവ് ദി നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ് ഇൻ ദി മൾട്ടിപ്ലയർ, ദ മൾട്ടിപ്ലിക്കൻ്റ് ആൻഡ് ദി പ്രൊഡക്റ്റ്. ഓൾസോ നോട്ട് ദ നമ്പർ ഓഫ് സീറോസ് ഇൻ ദി ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ നമ്മളോട് നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഡെസിമൽ പോയിൻറ്റിലെ നമ്പർ ഓഫ് ഡിജിറ്റ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഡിനോമിനേറ്ററിൻ്റെ നമ്പർ ഓഫ് സീറോസും ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 9.5 ഇൻറ്റു 5, 9.5 ഈസ് മൾട്ടിപ്ലയർ ആൻഡ് 5 ഈസ് ദി മൾട്ടിപ്ലിക്കൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയറിൽ ഡെസിമൽ പോയിൻറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1. അതാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലിക്കൻറ്റിൽ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് 0. നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ എത്ര ഡെസിമൽ പോയിൻറ്റിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 1. അതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മുടെ ഡിനോമിനേറ്ററിൽ നോക്കിയാൽ എത്ര സീറോ ഉണ്ടെന്ന്? 1 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയറിൽ 1 ആയതുകൊണ്ട് പ്രൊഡക്റ്റിലും ഒരെണ്ണം. ഇനി ഇതാ ഇവിടെ നോക്കിയാൽ മൾട്ടിപ്ലയറിൽ 1 ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ പോയിൻറ്റിൽ, മൾട്ടിപ്ലിക്കൻറ്റിലും ഡെസിമൽ പോയിൻറ്റിൽ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ എത്ര വന്നു? 2 വന്നു. ഡിനോമിനേറ്ററിൽ എത്ര സീറോ വന്നു? 2 വന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലയറിലും മൾട്ടിപ്ലിക്കൻറ്റിലും എത്ര ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ മൾട്ടിപ്ലയറിൽ 2 എണ്ണം ഉണ്ട് ഡെസിമൽ പോയിൻറ്റിൽ ഡിജിറ്റ്, പക്ഷേ മൾട്ടിപ്ലിക്കൻറ്റിൽ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിൽ വന്നപ്പോൾ എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ 0യും 2 ആണ്. ഇനി ഇവിടെ നോക്കിയാൽ മൾട്ടിപ്ലയറിൽ 1 എണ്ണം ഉണ്ട്, മൾട്ടിപ്ലിക്കൻറ്റിൽ ഡെസിമൽ പോയിൻറ്റിൽ 2 ഡിജിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ എത്ര എണ്ണം വന്നു? 1 + 2 ദാറ്റ് ഈസ് 3, 3 എണ്ണം വന്നു. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ 0 എത്രയാണ്? 3 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, സപ്പോസ് വി നോ ദാറ്റ് 596 ഇൻറ്റു 248 ഈസ്, ഇതാണ് നമുക്കിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എഴുതണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കുമോ? പറ്റുമല്ലേ. നമ്മുടെ മൾട്ടിപ്ലയറിൽ ഡെസിമൽ പോയിൻറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2. മൾട്ടിപ്ലിക്കൻറ്റിൽ 1. അപ്പോൾ 2 + 1 3 ഡെസിമൽ പോയിൻറ്റ്സ് നമ്മുടെ പ്രൊഡക്റ്റിൽ വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ്സ് മാറി നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ 147.808 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അത് മൾട്ടിപ്ലയറിലും മൾട്ടിപ്ലിക്കൻറ്റിലും ഉള്ളത് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ ഇട്ട് കൊടുക്കുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് 2 ഡെസിമൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ മുകളിൽ കണ്ടതുപോലെ എന്ത് ചെയ്യാം? ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമ്മൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലയറിലും മൾട്ടിപ്ലിക്കൻറ്റിലും എത്ര ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാം. നോക്കിയേ, ടു മൾട്ടിപ്ലൈ 2 decimals, we can multiply the 2 numbers obtained by removing the decimal point. കണ്ടോ? ഡെസിമൽ പോയിൻ്റ് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന 2 നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദെൻ പ്ലേസ് ദ ഡെസിമൽ പോയിൻ്റ് അപ്രോപ്രിയറ്റ്ലി ആസ് ഷോൺ ബിലോ. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, ഇവിടെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 5.96 ഇൻറ്റു 24.8. അപ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ 596 ഇൻറ്റു 248 എന്ന് കിട്ടും. ഈ 2 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ദാ ഇങ്ങനെ ഒരു നമ്പറാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് 2 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്, ഇവിടെ 1. അപ്പോൾ 2 + 1 3. അപ്പോൾ എന്ത് ചെയ്യണം? ആ 3 പ്ലേസസ് ഇങ്ങോട്ട് മാറി നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ എന്ത് വന്നു?
147.808 എന്ന് വന്നു. കണ്ടോ, ഇവിടെയുള്ള 2 ഡെസിമൽ പ്ലേസും ഇവിടെയുള്ള 1 ഡെസിമൽ പ്ലേസും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ 3 ഡെസിമൽ പ്ലേസസ് കിട്ടും. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അതേപോലെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. Let us use the above rule to find the product 5.8 and 1.24. അപ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് മാറ്റിയ 58 ഇൻറ്റു 124 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 7192 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ്, ഇവിടെ 2. അപ്പോൾ 1 + 2 = 3. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് പോയി നമ്മൾ പോയിൻ്റ് ഇടുന്നു. അപ്പോൾ 7.192 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 7.192. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടും പഠിച്ചു, ഈ ഒരു മെത്തേഡും പഠിച്ചു. നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഈ മെത്തേഡ് ആയിരിക്കും കേട്ടോ. അതായത് ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ്സ് എത്രയാണെന്ന് മൾട്ടിപ്ലയറിലെയും മൾട്ടിപ്ലിക്കൻറ്റിലെയും നമ്മൾ നോക്കിയിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നു, എന്നിട്ടത് പ്രൊഡക്റ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. ഈസ് ദ പ്രൊഡക്റ്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ്. അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ആ നമ്പേഴ്സിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കുമോ? നമ്മൾ ഫ്രാക്ഷനിൽ നമ്മൾ ഈ സെയിം തന്നെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ്റെ ഒരു സെയിം ഇത് തന്നെയാണ് ഇതിലും വരുന്നത്. ഡെസിമൽ എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് അല്ലേ. ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ്റെ സെയിം ഇത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമ്മൾ ഫ്രാക്ഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, 2.25 × 8 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. ഈ 18 ഈ 2 നമ്പേഴ്സിനെക്കാട്ടിലും എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ. The product 18 is greater than 2.25 and 8. ഇനി 0.25 × 8 ചെയ്താൽ നമുക്ക് 2 ആണ് കിട്ടുക. ഇവിടെ ഈ പ്രൊഡക്റ്റ് 2 എന്ന് പറയുന്നത് 0.25-നേക്കാട്ടിൽ ഗ്രേറ്ററും 8-നേക്കാട്ടിൽ ലെസ്സുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ മുകളിലെ 2 നമ്പേഴ്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരുന്നു. ഇവിടെ ഒരു നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററും ഒരു നമ്പറിനെക്കാട്ടിൽ ലെസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽസ് ആർ ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻസ് അല്ലേ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ആൻഡ് ദ പ്രൊഡക്റ്റ് ആർ സിമിലർ ടു ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻ ഫ്രാക്ഷൻ്റെ ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഫ്രാക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റുവേഷൻ 1-ൽ നോക്കിയേ, ബോത്ത് ദ നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 1. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന 2 നമ്പേഴ്സും 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3.4-ഉം 6.5-ഉം കൂടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ 2 നമ്പറിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ 3.4-ഉം 6.5-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 22.1 എന്ന് കിട്ടും. അപ്പോൾ ഈ 22.1 3.4-നേക്കാട്ടിലും 6.5-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അപ്പോൾ ബോത്ത് ദ നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബോത്ത് ദി നമ്പേഴ്സ്. ഈ സിറ്റുവേഷൻ 2 എന്ന് പറയുന്നത് ബോത്ത് ദ നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 0 ആൻഡ് 1. അതായത് 2 നമ്പേഴ്സും 0-ക്കും 1-നും ബിറ്റ്വീൻ ആണെങ്കിൽ, അതായത് ഇങ്ങനെ 0.75 0.4 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്തു പറയാം? ദ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ബോത്ത് ദ നമ്പേഴ്സ്. പ്രൊഡക്റ്റ് എപ്പോഴും ഈ 2 നമ്പറിനെക്കാട്ടിലും ലെസ് ആയിരിക്കും. ഇവിടെ 0.75-ഉം 0.4-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0.3 ആണ് കിട്ടിയത്. ഇത് ഈ 2 നമ്പറിനെക്കാട്ടിലും ചെറുതാണ്. ഇനി സിറ്റുവേഷൻ 3 എന്ന് പറയുന്നത് 1 നമ്പർ ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആൻഡ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഒരു നമ്പർ 0-ക്കും 1-നും ഇടയ്ക്ക്, അതായത് ഇങ്ങനെ 0.75 ഇതുപോലെയുള്ള നമ്പറും ഒരു നമ്പർ 1-നേക്കാട്ടിൽ ഗ്രേറ്ററുമാണ് എങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും?
നമുക്ക് 3.75 എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദി നമ്പർ ഗ്രേറ്റർ ദാൻ 1. അതായത് 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറിനെക്കാട്ടിൽ ലെസ് ആയിരിക്കും പ്രൊഡക്റ്റ്. അതായത് 3.75 ഈസ് ലെസ് ദാൻ 5. 5 എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ 1 ആണല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്ന നമ്പറിനെക്കാട്ടിൽ ലെസ്സുമായിരിക്കും. 0യ്ക്കും 1നും ബിറ്റ്വീൻ വരുന്ന നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററുമായിരിക്കും. അതായത് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് 3.75 ഈസ് ഗ്രേറ്റർ ദാൻ 0.75. ചിലപ്പോൾ ഇത് റീഡ് ചെയ്യുമ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ദാ ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു നമ്പർ 0യ്ക്കും 1നും ബിറ്റ്വീനും ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 1ഉം ആണ് എങ്കിൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ 5. അതായത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്ന നമ്പറാണ് 5. അതിനെക്കാട്ടിൽ ലെസ് ആയിരിക്കും പ്രൊഡക്റ്റ്. 0യ്ക്കും 1നും ബിറ്റ്വീൻ വരുന്ന നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററുമായിരിക്കും പ്രൊഡക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷനിലെ സെയിം തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.